ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ചെറിയ പർച്ചേസിന് വന്നതാണ് കേട്ടോ അൽക്കബായലിൽ. ലാസ്റ്റ് കാണുന്ന ബോർഡാണ് അൽക്കബായലിൻ്റെ. ആദ്യം കാണുന്ന ചൈന മാർക്കറ്റാണ്. ചൈന മാർക്കറ്റിലെ വീഡിയോ പിന്നെ ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. ഇതാണ് അൽക്കബായൽ. അൽക്കബായൽ പുറമേന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരു ഉത്സവത്തിന് പോയ ഫീലാണ്, ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ അകത്ത് കയറി. ഇവിടെ എപ്പോൾ വന്നാലും ഞാൻ ആദ്യം പോകുന്നത് പെർഫ്യൂമിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഓർക്കുമായിരിക്കും ഞാനിതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. വെറുതെയാണ്, മേടിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാം എടുത്ത് ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നൈസായിട്ടങ്ങ് പോകും. പിന്നല്ല, പെർഫ്യൂംസ് കണ്ടപ്പോൾ വീഡിയോ എടുക്കുവാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ഗൈസ്. അതാണ് പെട്ടെന്നൊരു ചമ്മൽ വന്നത്. എല്ലാം എടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മേടിക്കാൻ ഉദ്ദേശമില്ല. പിന്നെ നമ്മൾ പർച്ചേസിന് വരുമ്പോൾ എല്ലാ ഐറ്റംസും എടുത്തൊക്കെ ഒന്ന് നോക്കി ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കണമല്ലോ, അതല്ലേ അതിൻ്റെ ഒരു ഇത്. ആരും സംശയിക്കണ്ട, മാടമ്പള്ളിയിലെ ആ മാനസിക രോഗി വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. കണ്ടില്ലേ മുഖത്തെ ഭാവങ്ങൾ ഇങ്ങനെ മാറി മറിയുന്നത്? എന്താ ഒരു ആക്രാന്തം! എന്നെ ട്രോളാൻ വേറെ ആരുടെ ആവശ്യമില്ല, ഞാൻ തന്നെ മതി. ഹാൻഡ് ബാഗിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളക്ഷനാണ് അൽക്കബായലിലുള്ളത്. ബാഗ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, ഏതെടുക്കണം എന്ന്. കാരണം എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിലെ കറങ്ങിത്തിരിയലൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകുവാണ്. അവിടെയാണ് ഡ്രസ്സിൻ്റെ സെക്ഷനുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി അവിടുത്തെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കാം. ഡ്രസ് സെക്ഷനിൽ വന്നപ്പോൾ മാടമ്പള്ളിയിലെ മാനസിക രോഗി വീണ്ടും ഉണർന്നു ഗൈസ്. ഇതെന്താ കാണിക്കുന്നതെന്ന് നോക്കി, ക്യാമറ ഓണാണെന്നുള്ള കാര്യം മറന്നു ഗൈസ്. ബാഗിൻ്റെ സെക്ഷനിൽ പോയി നിന്നതിനേക്കാളും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു സ്ഥലമാണ് ഡ്രസ്സിൻ്റെ സെക്ഷൻ. കാരണം എത്ര നേരം ആലോചിച്ചാലും ഒരു തീരുമാനത്തിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്ന്. എല്ലാം തന്നെ ഒന്നിനൊന്നിന് മെച്ചമാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷോപ്പിങ്ങിന് വരാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസുകളിലൊന്നാണ് അൽക്കബായൽ. ഒമാനിലെ അൽഹൈലിലുള്ള ചൈന മാർക്കറ്റിൻ്റെയും നെസ്റ്റോയുടെയും തൊട്ടടുത്താണ് ഈ അൽക്കബായലുള്ളത്. രാത്രിയിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. കറങ്ങി നടന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുവാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും വിടാം.